ഹലോ എവരിവൺ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ 01/2026 നിങ്ങൾ എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വന്നതിൽ നമ്മളെ 2-3 പിള്ളേർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ പ്രോപ്പറായിട്ട് കണ്ടിട്ട് നേരെ പോവുക. കുറെ പേര് അറിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഇന്നലെ തന്നെ ഗ്രൂപ്പുകളിൽ പറഞ്ഞിട്ടായിരുന്നു റിസൾട്ട് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് അറിയാത്ത കുറെ പേര് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയ പിള്ളേർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഞാൻ നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം ഉണ്ടാവും ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡി ഉണ്ടല്ലോ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുന്ന മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. അവിടെ നിങ്ങളൊരു പാസ്വേഡും കൊടുത്തിട്ടുണ്ടാവും. ആ പാസ്വേഡ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് മറന്നുപോയത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നതാണ്. ആ പാസ്വേഡ് ഇവിടെ അടിക്കുക, ക്യാപ്ച അടിക്കുക, ലോഗിൻ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. സപ്പോസ് നിങ്ങളിത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്താൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എടുത്ത മെയിലേക്ക് ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിലൊക്കെ വരും. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട, ടെൻഷനും വേണ്ട. നമ്മൾ നേവിയുടെ എക്സാം ഈ മാസം നടക്കുന്നുണ്ടല്ലോ, അതിന് മര്യാദയ്ക്കൊന്ന് പഠിച്ചാൽ മതി. ഇത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമ്മളൊരു വിഷയമല്ല, നമുക്ക് അടുത്ത എക്സാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ.